Hi all, welcome to Competitive Cracker. നമ്മൾ നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പാർട്ട് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പല ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ആൽഫ ന്യൂമറിക് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമോ എന്നുള്ളത്. സോ അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ആൽഫ ന്യൂമറിക് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഫ ന്യൂമറിക് എന്ന് പറയുന്ന സീരീസുമായി ബന്ധപ്പെട്ട പറയുമ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ പലരും എക്സാം ഉള്ള ലാക്ക് ഓഫ് ഫോക്കസ്, ആ ടെൻഷൻ കാരണം കൊണ്ട് പലരും തെറ്റിക്കും. പിന്നീട് അത് വീട്ടിലെത്തി നമ്മൾ ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുകയും ചെയ്യും. അത് ആ ഒരു എക്സാം ഹോളിന്റെ ആ ഒരു ടെൻഷൻ, അറ്റ്മോസ്ഫിയർ, അതൊക്കെയാണ് അതിന്റെ പ്രശ്നം. സോ നമ്മൾ ഇവിടെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുവാണ്, പ്ലസ് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ കുറച്ച് നമ്പേഴ്സ്, ലെറ്റേഴ്സ്, ഐക്കൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് 11 ടു ദ റൈറ്റ് ഓഫ് ദി 9 ഫ്രം ദി ലെഫ്റ്റ്? അപ്പോൾ ഇതിൽ ഏത് ഐക്കൺ ഓർ ലെറ്റർ ആണ് ഓർ നമ്പർ ആണ് റൈറ്റ് എന്ന് 11ാമത്? റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുക, സൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡാണ്, റൈറ്റ് ഇതാണ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും. അപ്പൊ റൈറ്റ് നിന്ന് 11ാമതും ലെഫ്റ്റ് നിന്ന് 9ാമതുമാണ്. ഇപ്പൊ ലെഫ്റ്റ് നിന്ന് 9ാമത് അല്ലെ? അപ്പോൾ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 9 അല്ലെ? 9. ഇനി റൈറ്റ് ഓഫ് ദി 9th ഫ്രം ദി ലെഫ്റ്റ്. അപ്പൊ 9th എന്താ പറയാ, റൈറ്റ് നിന്ന് നമ്മൾ ആദ്യം ലെഫ്റ്റ് സോൾവ് ചെയ്ത് അല്ലെ? അപ്പോൾ ലെഫ്റ്റ് നിന്ന് 9ാമത് അത് ഈ ഒരു ഐക്കമാണ്, ഡോളറിന്റെ ഐക്കണാണ്. അതുപോലെ റൈറ്റ് നിന്ന് 11ാമത്. അപ്പൊ ഇതാണ് 1 2 3 4 5 6 7 8 9 10 11 അല്ലെ? അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഈ ഒരു ഈ ഒരു ഐക്കണാണ് എന്ത്, ലെഫ്റ്റ് നിന്ന് 9ാമതും റൈറ്റ് നിന്ന് 11ാമതും എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഏതാണ് ആൻസർ ആയിട്ട് വരിക? നമുക്ക് ഇതാണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഡോളറിന്റെ ഐക്കൺ ഉള്ള ഇതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ഫോക്കസ് ചെയ്താൽ മതി, ചോദ്യം കൃത്യമായിട്ട് വായിക്കുക, പിന്നെ ആ ഒരു പോയിന്റ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, പിന്നെ ആ ഒരു കൗണ്ടിങ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അത് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഒബ്സർവ് ദ ഫോളോയിങ് സീരീസ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അപ്പോൾ ഇവിടെ ഒരു സീരീസ് ഇങ്ങനെ നീണ്ടു കൊടുത്തിട്ടുണ്ട്. സോ അതില് ഹൗ മെനി നമ്പേഴ്സ് ഫോളോ എ വവൽ ആൽഫബറ്റ്? അപ്പോ ഏത് നമ്പേഴ്സ് ആണ്, ഹൗ മെനി നമ്പേഴ്സ് ഫോളോസ് എ വവൽ ആൽഫബറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വവൽ ആൽഫബറ്റിന് ശേഷം ഒരു നമ്പർ വരുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഹൗ മെനി നമ്പേഴ്സ് ഫോളോ എ വവൽ ആൽഫബറ്റ്? ഒരു വവൽ ആൽഫബറ്റ് നമ്മൾ എ ഇ ഐ ഒ യു അല്ലെ, ഇതാണ് വവൽസ് എന്ന് പറയാം. സോ വവൽ സൗണ്ടിന് ശേഷം ഒരു നമ്പർ വരുന്ന എത്ര എന്താണ് പെയേഴ്സ് ഇവിടെ ഉണ്ട്? ഓക്കെ, ഒരു എന്താ പറയാ, ഒരു വവലും പിന്നെ ഒരു നമ്പറും ആണ് അല്ലെ? അപ്പോൾ അവിടെ എത്ര പെയേഴ്സ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. സോ ഹൗ മെനി നമ്പേഴ്സ് ഫോളോ എ വവൽ ആൽഫബറ്റ്? ഒരു വവൽ ആൽഫബറ്റിന് ശേഷം ഒരു നമ്പർ ഫോളോ ചെയ്യുന്ന എത്ര ടേംസ് ഇവിടെ ആക്ച്വലി ഉണ്ട്, എത്ര പെയേഴ്സ് ഇവിടെ ആക്ച്വലി ഉണ്ട്? സോ ഇവിടെ വവൽസ് നോക്കി നോക്കാം. വവൽസ് ഇവിടെ എ ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്, ദെൻ ഐ ഉണ്ട്, ഒ ഉണ്ട്, യു ഉണ്ട്. ആക്ച്വലി ഇവിടുത്തെ നമുക്ക് ഇംഗ്ലീഷിലെ എല്ലാ വവൽസും ഇവിടെ ഉണ്ട്. ഇനി ഫോളോ എ നമ്പർ അല്ലേ, അതായത് ഈ ഒരു വവൽ ആൽഫബറ്റിന് ശേഷം എന്ത് വരണം, ഒരു നമ്പർ വരണം. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്? എക്ക് ശേഷം ഈ ഡോളറിന്റെ ചിഹ്നം, അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റത്തില്ല. ഇക്ക് ശേഷം 7 ആണ്, അതൊരു നമ്പർ ആയതുകൊണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ 1. ഐക്ക് ശേഷം സ്റ്റാർ ആണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഓക്ക് ശേഷം സ്റ്റാർ ആണ്, എടുക്കാൻ പറ്റത്തില്ല. യുക്ക് ശേഷം ഗ്രേറ്റർ ദാൻ ചിഹ്നമാണ്, അതും എടുക്കാൻ പറ്റത്തില്ല, ഒരു നമ്പർ അല്ല, ഫോളോ ചെയ്യുന്ന നമ്പർ അല്ല. സോ അതുകൊണ്ട് ഒരു ചാൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ 1 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ ആക്ച്വലി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ഇപ്പൊ ഞാൻ എ ഇ ഐ ഒ യു എന്നിങ്ങനെ ഞാൻ റൗണ്ട് ചെയ്തല്ലോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? ഇവിടെ എക്ക് ശേഷം 7 വരുന്ന ആ ഒരു നമ്പർ മാത്രമേ നമ്പേഴ്സ് ഫോളോ എ വവൽ ആൽഫബറ്റ്. ഒരു വവലിന് ശേഷം വരുന്ന ആൽഫബറ്റ് ഇവിടെ ഏത് മാത്രമാണ്? E7 എന്ന് പറയുന്ന പെയർ മാത്രമാണ്.
ബാക്കിയൊന്നും പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ ആക്ച്വലി നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം വവ്വൽസ് മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിന്റെ അടുത്ത് നമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളത് ആ ഒരു വവ്വൽസിനെ സ്ട്രൈക്ക് ചെയ്ത് കാണണം. ആ സ്ട്രൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ റൗണ്ട് ഇടുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, അപ്പോ CSEB എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ന്യൂ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 3 months 6 months. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലെവൽ മനസ്സിലാക്കിയിട്ട് 3 monthsന്റെയും 6 monthന്റെയും ബാച്ചസ് ആണ് നിങ്ങളുടെ ലെവല്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പഠിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ വിത്തിൻ 3 months ചിലപ്പം ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. എന്നാൽ ആദ്യമായിട്ട് ഒരു CSEB എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒരു 6 monthന്റെ ആ ഒരു ഗ്യാപ്പ് വേണമായിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ലെവൽ എന്താന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാസത്തെ കോഴ്സാണ് വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചറും കോഴ്സിന്റെ ഡീറ്റെയിൽസും അതിന്റെ പെക്യുലാരിറ്റീസും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബോർഡിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. 8921440580 അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? സോ അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ്, പിന്നെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ്സ്, അതിനെ ആസ്പദമാക്കിയുള്ള പ്രിവ്യൂ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ് ലൈവായിട്ട്. ഓക്കെ, റെക്കോർഡ് ക്ലാസ് ആയിരിക്കും നമുക്ക് ആപ്പ് ലഭിക്കുന്നുണ്ടാവുക, തന്നെ പ്രിവ്യൂ ക്ലാസ് ആയിരിക്കും ലൈവായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ്. സോ നിങ്ങളുടെ ലെവൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുള്ളതെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ആൽഫബറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. If words are arranged according to the alphabetical series from left to right, then which word is third from the left? ഈ വാക്കുകൾ ഇപ്പൊ ഇതിൽ നമ്മൾ മൂന്നെണ്ണം നമ്മൾ പെയേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാന്ന് വിചാരിക്കുക. 3 നമ്മൾ പെയേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം, ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് അങ്ങനെ നമ്മൾ എഴുതുവാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് എഴുതുമ്പോൾ മൂന്നാമത്തെ വാക്ക് ഏതായിരിക്കും, മൂന്നാമത്തെ ആ ഒരു കോംബോ വാക്ക് ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യണമെന്നില്ല. ഈ പെയേഴ്സിനെയാണ് ആക്ച്വലി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പെയേഴ്സിനെയാണ് ആക്ച്വലി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യണമെന്നില്ല. ഈ പെയേഴ്സിനെയാണ്, ഈ 5 പെയേഴ്സ് അല്ല, 3 പേര്, ഒരു ട്രിപ്ലറ്റ് എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. ഓക്കെ, 3 പേര്, ആ 3 പേരിനെ ഒരു ആളായിട്ട് എടുക്കുക, അതിനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അല്ലാതെ അതിലെ ലെറ്റേഴ്സ് നിങ്ങൾ അറേഞ്ച് ചെയ്യണമെന്നില്ല. ഓക്കെ, എവിടെ ക്വസ്റ്റ്യൻ വായിക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് അതാണ്. നിങ്ങൾ ഇതിലത്തെ ലെറ്റേഴ്സ് വരെ അറേഞ്ച് ചെയ്യും. ഒരു 3 ഓക്കെ, അതിലെ ലെറ്റേഴ്സ് വരെ ചിലപ്പോൾ നിങ്ങൾ അറേഞ്ച് ചെയ്യും. അറേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഇവിടെ പറയുന്നില്ല. ആ ഒരു 3 ആളുകൾ, 3 ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, 3 ആളടങ്ങുന്ന 5 ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. സോ അതിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആക്കി എഴുതേണ്ടത്. ഓക്കെ, ടേംസ് ആക്കി എഴുതേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക, ഇവിടെ ഫസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതാണ്, ഏറ്റവും ആദ്യ ലെറ്റർ ഇവിടെ കൊടുത്തതിൽ I ആണ് അല്ലെ. അപ്പൊ IMX നമ്മൾ ഫസ്റ്റ് ലെറ്റർ മാത്രം നോക്കുക, ഫസ്റ്റ് ലെറ്റർ മാത്രം നോക്കിയാൽ മതി. I ആണ് ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞാൽ HIJK അല്ലെ, KQZ. അത് കഴിഞ്ഞാൽ MJK അല്ലെ, MJK. അത് കഴിഞ്ഞാൽ UV അല്ലെ, UGJ. പിന്നെ അത് കഴിഞ്ഞാൽ YOM, ഇങ്ങനെ 5 എണ്ണമാണ്. സോ അതില് ലെഫ്റ്റ് എന്ന റൈറ്റിലേക്ക് 5ാമത് വരുന്നത് ഏതാണ്, MJK ആണ് അല്ലെ. MJK ആണ് ലെഫ്റ്റ് എന്ന റൈറ്റിലേക്ക് 5ാമത് വരുന്നത്, MJK. സോ MJK ആണ് ആൻസർ ആയിട്ട് വരിക, MJK. ക്ലിയർ ആണല്ലോ? MJK ആണ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആണല്ലോ? If words are arranged according to the alphabetic series from left to right, then which word is third from the left? ഏതാണ് വരിക, MJK ആണ് ആക്ച്വലി വരിക. അപ്പൊ നിങ്ങളത് അറേഞ്ച് ചെയ്ത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ MJK എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ വീണ്ടും ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നവിടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യണമായിരുന്നു, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ ഒരു 3 അംഗങ്ങൾ ഇടുന്ന ഗ്രൂപ്പിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാനാ പറഞ്ഞില്ല ആൽഫബറ്റിക് ഓർഡറിൽ. സോ ഇവിടെ ആൻസർ ഏതാണ് വരിക, MJK. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന രീതി, അതാണ് പ്രശ്നം. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന രീതിയാണ് പ്രശ്നം. അതിൽ മിസ്റ്റേക്ക് വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ റോങ് ആയിട്ട് ആൻസർ ചെയ്യും. അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇഫ് വി റിമൂവ് ഓൾ ദ വവൽസ് ഇൻ ദ സീരീസ്, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ് വിൽ ബി 7th ഫ്രം ദി റൈറ്റ് എൻഡ്. അപ്പൊ റൈറ്റ് എൻഡ് നിന്ന് 7th വരുന്ന ലെറ്റർ ഏതാണ്, എങ്ങനെയാണ് വരേണ്ടത്, ഇഫ് വി റിമൂവ് ഓൾ ദി വവൽസ് ആയിട്ടുള്ള എല്ലാവരെയും കളഞ്ഞ ശേഷം
റൈറ്റ് എൻഡ് എന്ന ഏറ്റവും 7th ആയിട്ട് വരുന്ന ആൾ ആരാന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ഇവിടുത്തെ വവൽസിനൊക്കെ കട്ട് ചെയ്ത് കളയാം. എനെ കട്ട് ചെയ്യാം, ഐനെ കട്ട് ചെയ്യാം, പിന്നെ വൺസ് അഗൈൻ യുനെ കട്ട് ചെയ്യാം, പിന്നെ ഓനെ കട്ട് ചെയ്യാം, ഈനെ കട്ട് ചെയ്യാം അല്ലെ. ഇവിടെ ഐ തിങ്ക് 5 വവൽസിന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, മറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം റൈറ്റ് എൻഡ്, നേരത്തെ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് റൈറ്റ് എൻഡ് ആണ്, ഇത് ലെഫ്റ്റ് എൻഡ് ആണ്. സോ നോക്കുക, 1, ഇത് 1, ഇത് 2, ഇത് 3, then 4, 5, 5, then 6, 7. ഇവിടെ ഡി ആണ് ആൻസർ വരിക. ഞാനിവിടെ ഡൗട്ട് വന്നത് ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഈ ലെറ്റേഴ്സിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അത് ലെറ്റേഴ്സും പെടാം, അതുപോലെ തന്നെ മറ്റുള്ള ഐക്കൺസും പെടാം. സോ അതുകൊണ്ട് ഏതാണ് ആൻസർ വരിക? ഡി എന്ന് പറയുന്നതാണ് ആൻസർ വരിക. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം? ഇവിടുത്തെ വവൽസിനെല്ലാം കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം റൈറ്റ് എൻഡ് എന്ന് 7th പേഴ്സൺ എടുത്ത് എഴുതാം. റൈറ്റ് എന്ന് 7th പേഴ്സൺ എടുത്ത് എഴുതാം. ഓക്കെ, സോ ഏതാണ് വരിക? ഈ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1, 2, 3, 4, 5, സോറി ഇത് എടുക്കാൻ പാടില്ല, 5, 6, 7. ഓക്കെ, സോ ഡി ആണ് വരിക. അപ്പോൾ ഇവിടെ ലിസണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം പ്രൈമറി അതിൽ പറയുന്ന കാര്യം ചെയ്യുക. ഇപ്പോൾ വവൽസ് കട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് ആദ്യം ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് സോൾവ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അവിടെ ആ ഒരു സ്റ്റെപ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെപ്സ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവും സ്റ്റെപ്പുകൾ, മീൻസ് പ്രോബ്ലം. അത് നിങ്ങളുടെ ടൈം കളയും. ഈ ടൈം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിന് ഏറ്റവും ഒടുവിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി സച്ച് വവൽസ് ആർ ദർ ഇൻ ദ എബോവ് arrangement, each of the which is immediately preceded by a consonant and immediately followed by a number. ഓക്കെ, അതായത് വവ്വൽ നടുവില് കോൺസണന്റ് ഇവിടെ, നമ്പർ ഇവിടെ, ഇങ്ങനെ വരുന്നത്. അതായത് ഇവിടെ അവനൊക്കെ ഒരുപാട് ഇതുണ്ട്, ഓരോ എലമെന്റ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതില് വവ്വലിനെ സെലക്ട് ചെയ്യാം. വവ്വല് നടുവിൽ വരണം, അതിന്റെ ലെഫ്റ്റ് സൈഡിലെ കോൺസണൻസും അതുപോലെ റൈറ്റ് സൈഡിലെ നമ്പേഴ്സും വരണം. അങ്ങനെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തണം. സോ ഞാൻ ഇവിടുത്തെ വവ്വൽസിന് ആദ്യം എടുക്കുക. ഇവിടുത്തെ വവ്വൽസ് ഏതൊക്കെയാണ്? ഇവിടെ ഫസ്റ്റ് വരുന്ന വവ്വലാണ് ഇ. പിന്നെ വരുന്ന വവ്വൽ ഏതാണ്? പിന്നെ നമുക്ക് എനെ സെലക്ട് ചെയ്യാൻ പറ്റും, ഐനെ സെലക്ട് ചെയ്യാൻ പറ്റും, പിന്നെ ഏതാണ്? യു ഉണ്ട്. കഴിഞ്ഞു അല്ലെ? 4 വവ്വൽസ് ആണ് ജനറലി ഇതിലുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താ പറയുന്നത്? ലെഫ്റ്റ് സൈഡിലെ കോൺസണൻസ് ഫസ്റ്റത്തെ ആളെ നോക്കാം. ഫസ്റ്റത്തെ ഈ 3 പേരെ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ആണ്, റൈറ്റ് സൈഡിൽ നമ്പർ ആണ്. അത് തന്നെയാണ് ആക്ച്വലി പറഞ്ഞത്, വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ്, പ്രിസൈഡഡ് ബൈ എ കോൺസ്റ്റന്റ്. പ്രിസൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻപ്, ഫോളോ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം, ആഫ്റ്റർ. പ്രിസൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ്, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം. ക്ലിയർ ആണല്ലോ? സോ പ്രിസൈഡഡ് എന്ന് പറയുമ്പോൾ ഇതിന് ഈ വവലിന്റെ മുൻപ് ആര് വരണം? ഒരു കോൺസ്റ്റന്റ് വരണം, അതിനുശേഷം ഒരു നമ്പർ വരണം. ആക്ച്വലി ഈ ഒരു ഗ്രൂപ്പിൽ അതുണ്ട് അല്ലെ? വവല് നടുക്കാണ്, കോൺസ്റ്റന്റ് ലെഫ്റ്റ് സൈഡിലാണ്, നമ്പർ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്. ശരിയാണ്, ഇതൊരു ഗ്രൂപ്പാണ്. അടുത്ത ആളെ നോക്കാം. ഈ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡില് കോൺസ്റ്റന്റ് ഉണ്ട്, നടുവില് വവലുണ്ട്, റൈറ്റ് സൈഡില് നമ്പർ ഉണ്ട്. അപ്പം ഇതും ശരിയാണ്, 2 അല്ലെ? ഇപ്പോൾ 1, 2. ദെൻ ഇവിടെ അടുത്ത ഗ്രൂപ്പ് അല്ലെ? നടുവില് വവല്, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ്, റൈറ്റ് സൈഡിലെ നമ്പർ. സോ 3rd ഗ്രൂപ്പ്, 3 ഗ്രൂപ്പായി. പിന്നെ നമ്മൾ എവിടെ കണ്ടെത്തി? ഇവിടെ അല്ലെ? ഇപ്പോ അവിടെ ഞാൻ ഇനിയിപ്പോ /UH ആണ് അല്ലെ? /UH. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റത്തില്ല. സോ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1, 2, 3. അപ്പൊ 3 ഗ്രൂപ്പാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. 3 ഗ്രൂപ്പാണ് ആക്ച്വലി ഇങ്ങനെ നടുവിൽ വവ്വല്, ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ്, റൈറ്റ് സൈഡിലെ നമ്പർ. ഇങ്ങനെ 3 ഗ്രൂപ്പാണ് ആക്ച്വലി ഉള്ളത്. ക്ലിയർ ആണല്ലോ? 3 ഗ്രൂപ്പാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. അപ്പോ നമ്മള് ഈ ആൽഫ ന്യൂമറിക് സീരീസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു ആൽഫ ന്യൂമറിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ പ്രിസൈഡഡ് ബൈ, ഫോളോവേഡ് ബൈ എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്താണ് ആക്ച്വലി അവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ചെയ്യുക. റൗണ്ട് ഉണ്ടെങ്കിൽ റൗണ്ട് ചെയ്യുക, കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക, അത് ചെയ്യുക. മാക്സിമം നമുക്ക് ടൈം എടുത്ത് അക്യൂറേറ്റ് ആയുള്ള ആൻസറിലേക്ക് എത്തണം. അവിടെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അതിലെ മാർക്ക് കളയരുത്. ഇതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ഒരു CSEB എക്സാമുമായി ബന്ധപ്പെട്ട്
ഒരു 3 മന്തിൻ്റെയും 6 മന്തിൻ്റെയും ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലെവൽ എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, സ്യൂട്ടബിൾ ആയുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു CSEB എക്സാമുമായി ബന്ധപ്പെട്ട എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.